നമസ്കാരം എല്ലാവർക്കും. ഇന്ന് കുറച്ച് ഹാപ്പി ആയിട്ട് പോവാം. എന്താ അറിയോ, ഇന്ന് 7/7 പോർട്ടൽ ചിലരെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നി കുറേ നാളായി നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എനിക്ക് എടുക്കാൻ സാധിക്കാറില്ല. കാരണം വീഡിയോസ് ലെങ്തി ആയി പോകുന്ന കാരണം മെസ്സേജിൻ്റെ പാട്ട് ഞാനങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാറാണ് പതിവ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മെസ്സേജസിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ള കാർഡ്സും ഞാൻ യൂസ് ചെയ്യും, ഒറാക്കിൾ കാർഡ്സും യൂസ് ചെയ്യും, ഹാൻഡ് റിട്ടൺ മെസ്സേജസും എടുക്കും. ഓക്കെ, പരമാവധി മെസ്സേജസ് നമുക്ക് കാണാൻ ശ്രമിക്കാം കേട്ടോ. ടാരോ വെച്ചിട്ട് ആദ്യം നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കാർഡ്സ് ഞാൻ ആക്ച്വലി ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ലെങ്ത്ത് കുറച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഷഫിൾഡാണ്. ജസ്റ്റ് വൺ ലാസ്റ്റ് ഷഫിൾ. ഓക്കെ, ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിനുള്ള മെസ്സേജസ് പറയൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഉള്ള മെസ്സേജസ്. ഇത് വീണതാണ്, ഞാൻ എടുത്തതാണ്. 4 of Pentacles, Page of Wands, 4 of Cups, Queen of Wands, 8 of Pentacles. നിങ്ങൾ കണ്ടു കാണും, ഞാനിങ്ങനെ മേലെ എന്നല്ല, ഞാൻ ഇടന്ന് എടുക്കുന്നത്. ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സ് മാറുന്നില്ലല്ലോ, അങ്ങനെ തന്നെയല്ലേ. ദി എംപ്രസ്, 6 of Swords, 6 of Pentacles, Queen of Swords. ഓക്കെ, നല്ല മെസ്സേജസ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് അവർ പറയുന്നു, ഞാൻ നിങ്ങളെ പ്രതി പൊസസീവാണ്. ഞാനെന്ന് പറഞ്ഞാൽ അവർ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഭയങ്കര പൊസസീവാണ്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വേറെ ആരോട് സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. അതായത് നിങ്ങളെ വേറെ ഒരാൾക്ക് വിട്ടുകൊടുക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഓക്കെ, അതേപോലെ അവർ കുറച്ച് സേവിങ്സിലും ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈസ സമ്പാദിക്കേണ്ട അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് അതിലും കൂടി ഞാനിപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിങ്ങൾക്കുള്ള ആദ്യത്തെ മെസ്സേജ്. രണ്ടാമത്തെ മെസ്സേജ്, അവർക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളവരെ കോണ്ടാക്റ്റ് ചെയ്യണം. രണ്ടുമാവാം. ഓക്കെ, ഒന്നുകിൽ അവർ നിങ്ങളുടെ അടുത്തു നിന്ന് ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യണം എന്നൊക്കെ ഇവർ വളരെ തീവ്രമായിട്ട് ആലോചിക്കുന്നുണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് ഈ സമയത്ത്. അതാണ് അവരുടെ മെസ്സേജ്. പ്ലീസ് മെസ്സേജ് മീ എന്നാണ് ഇവർ പറയുന്നത്. അതേപോലെ അടുത്തത്, ഐ മിസ് യു എന്ന്. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു കേട്ടോ. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത പഴയ കാര്യങ്ങളൊക്കെ ഇവർ തിരിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് അവരുടെ മെസ്സേജ്. ക്വീൻ ഓഫ് വാൺസ് വെച്ചിട്ട് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങളെ പ്രതി അവർ അട്രാക്റ്റഡ് ആണ്. അവർക്ക് മാനസികമായിട്ട് മാത്രമല്ല ഫിസിക്കലായിട്ടും ഒരു അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ എന്താ പറയുക, നിങ്ങളുടെ ക്യാരക്ടർ പോലും, സ്വഭാവം പോലും ഭയങ്കര ശക്തമായിട്ടുള്ളൊരു സ്വഭാവമാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. അത്ര പെട്ടെന്നൊന്നും നിങ്ങൾ താണു കൊടുക്കില്ല എവിടെയും. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, നിങ്ങൾ സ്വയം സമ്പാദിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ വളരെ എലഗൻ്റായിട്ട് ഒരു രാജ്ഞി പോലെ ഇരിക്കുന്ന ഒരാളാണ്. നിങ്ങളെ കാണാനും നല്ലതായിരിക്കണം. എന്തായാലും ഇവർ നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. അതാണ് അടുത്ത മെസ്സേജ്. അതേപോലെ അടുത്ത പറയുന്നത്, അവർ ഈ സമയം അവരുടെ ജോലിയിൽ കുറച്ച് തിരക്കിലാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റാത്തത്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ബിസി ആയതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാത്തത് എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്ന മെസ്സേജ്. എംപ്രസിൻ്റെ മെസ്സേജ് ഞാൻ ഈ പറയണോ? എത്ര റീഡിങ്ങിൽ ഞാൻ പറഞ്ഞു അല്ലേ. അവർ നിങ്ങളെ പ്രതി ഫുൾ ഫ്ലാറ്റാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ലൈഫിൽ ആരുമില്ല, ഒന്നുമില്ല എന്നുള്ള ഒരവസ്ഥ. ഓക്കെ, വെച്ചാൽ നിങ്ങൾ അത്രയ്ക്കും അവരെ പ്രതി നിങ്ങൾ അത്രയും സൗന്ദര്യമുള്ള സ്വഭാവശുദ്ധിയുള്ള ഒരാളാണ്. അതേപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്ന, ചുറ്റുമുള്ളവരെ ഒരുപാട് കെയർ ചെയ്യുന്ന, ഒരുപാട് നർച്ചർ ചെയ്യുന്ന, ആർക്ക് വേണോ എന്ത് വേണോ സഹായം ചെയ്ത് സ്വയം സമ്പാദ്യമുള്ള, സ്വയം ടേക്ക് കെയർ ചെയ്യുന്ന,
നിങ്ങളെ തന്നെ നന്നായി നോക്കും. ഓക്കെ, അതേപോലെ ചുറ്റുമുള്ളവരെയും നോക്കും. അങ്ങനെ ഒരുപാട് സന്തോഷം ചുറ്റിനുമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു ആളാണ് നിങ്ങൾ. അവർക്ക് നിങ്ങളെ പ്രതി വളരെ ബഹുമാനമുണ്ട്, അതേസമയം ഒരുപാട് സ്നേഹമുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മയോ അച്ഛനോ ആയിട്ടോ കാണുന്നു. ഓക്കെ, അതേപോലെ 6 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് അവർക്കൊരു ചെറിയ യാത്രയുടെ ആവശ്യം വരുന്നുണ്ട്. നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഒരു യാത്രയിലൊക്കെ ആയിരിക്കണം. ചിലപ്പോൾ അവരുടെ ജോലി സ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് വരുന്നതാവാം, അത്രയുള്ള യാത്ര ഉണ്ടാവുള്ളൂ. ചിലർക്ക് ദൂരദേശത്തുനിന്ന് യാത്ര ചെയ്ത് വരുന്നതായിരിക്കും. അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം. ആ മെസ്സേജ് എനിക്കൊരു യാത്രയുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് അവർ വിചാരിക്കുന്നു. അതേപോലെ 6 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നവർക്ക് വളരെ തീവ്രമായിട്ട് ആഗ്രഹമുണ്ട്. അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കണം എന്ന് ഇവരാഗ്രഹിക്കുന്നു. അതാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്വീൻ ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പേടിയാണ്. നിങ്ങൾ വഴക്ക് പറയുമോ എന്നൊക്കെ ഒരു പേടി അവർക്കുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരുടെ അമ്മ ഒരുപാട് ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അവരെ പേടിച്ചിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കാത്തത് എന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ അവർ ഉദ്ദേശിക്കുന്നു കേട്ടോ. ഒരു 3 കാർഡ് കൂടെ എടുക്കാം ഇതിൽ നിന്ന്. പേജ് ഓഫ് സ്വാർഡ്സ്, ഡേ ഡ്രീമിങ് എനർജിയിലാണ്. നിങ്ങളുടെ അടുത്ത് പറയേണ്ടതും സംസാരിക്കേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ മനസ്സിൽ ഇങ്ങനെ ഒരു ഡ്രാമ പോലെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം എന്ന് തീർച്ചയായിട്ടും അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അവർ ഈ സമയം 5 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് അവർ ഈ സമയം വളരെ തീവ്രമായിട്ട് അവരുടെ ഫൈനാൻസസിനെ പറ്റിയിട്ട് ബോധേഡാണ്. എനിക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആർക്കും സുഖമില്ല, അല്ലെങ്കിൽ അവർക്ക് തന്നെ സുഖമില്ല, ഒരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാലിന് പരിക്ക് പറ്റിയതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അതിനെ പറ്റിയിട്ട് അവരതിൻ്റെ തിരക്കുകളിലാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയക്കാൻ പറ്റാത്ത. പക്ഷേ അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ലാസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ക്വീൻ ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ടും അത് തന്നെയാണ്. അവർ കുറച്ച് ഇമോഷണലായിട്ട് നിങ്ങളെപ്പറ്റി ഈ സമയം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഓക്കെ, അതേസമയം ജോലിയിലായിരിക്കും. ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലും ഞാൻ നിങ്ങളെപ്പറ്റി തന്നെയാണ് ആലോചിക്കുന്നത് എന്നാണ് ഇവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറച്ച് ഒറാക്കിൾ മെസ്സേജസും കൂടെ എടുക്കാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് മാത്രമാണ്. ഡിവൈൻ പ്ലീസ് ഹെൽപ്പ് മീ ലിങ്ക് ദർ പാർട്ട്നേഴ്സ് മെസ്സേജസ് ഫോർ ദം. പ്ലീസ് ലിങ്ക് ദ മെസ്സേജസ് ഫോർ ദം. ഞാനിതിന് പ്രത്യേകം രാശിയൊന്നും പറയുന്നില്ല, ഇത് എല്ലാവർക്കും ഉള്ള മെസ്സേജസ് ആയിട്ട് എടുത്തോളൂ കേട്ടോ. എല്ലാ രാശിയും തന്നെ ഉണ്ട് ഇതിൽ. ആക്ച്വലി മെസ്സേജ് എടുക്കുകയാണേ. ഐ എം സ്കേർഡ് ഓഫ് റിജക്ഷൻ. അത് 4 ഓഫ് കപ്സിൻ്റെ എനർജി അതിലും ഉണ്ട് കേട്ടോ. മിസ്സിങ് എനർജിയോടൊപ്പം അത് ഫിയർ ഓഫ് റിജക്ഷനും കൂടെ വരുന്നൊരു കാർഡാണ് 4 ഓഫ് കപ്സ്. നിങ്ങളെ പ്രപ്പോസ് ചെയ്താൽ നിങ്ങൾ എതിർക്കുമോ, അല്ലെങ്കിൽ അവരൊരു സോറി പറഞ്ഞു വന്നാൽ നിങ്ങൾ ദേഷ്യപ്പെടുമോ എന്നുള്ള ചിന്ത. ദ വേ ഐ ഹാവ് ട്രീറ്റഡ് യു വാസ് റോങ്. അവരവരുടെ തെറ്റ് മനസ്സിലാക്കുന്നു. അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറിയ പോലെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നവർ കരുതുന്നു. ലൈഫ് വിത്തൗട്ട് യു ഇസ് ഹോപ്പ്ലെസ് ആൻഡ് ഡാർക്ക് ആൻഡ് ഡിപ്രസിങ്. ഐ മിസ് യുവർ ലൈറ്റ്. നിങ്ങളെന്ന് പറയുന്ന വെളിച്ചത്തെ അവരവരുടെ ജീവിതത്തിൽ മിസ്സ് ചെയ്യുന്നു. ലൈഫ് അവർക്ക് ഒട്ടും സന്തോഷമില്ലാതെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഐ എം അഫ്രൈഡ് ടു ലൂസ് യു. നിങ്ങളെ അവർക്ക് കൈവിട്ട് പോകുമോ എന്നവർ പേടിക്കുന്നു. ഇറ്റ് ഹേർട്ട് സോ മച്ച്. അവർ ഇമോഷണലി വളരെ ഹേർട്ടാണ്. ഓക്കെ, ഐ ഡോണ്ട് നോ വെയർ ടു സ്റ്റാർട്ട്. നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ട്, എങ്ങനെ ചെയ്യുമെന്നറിയില്ല എന്നാണ് പറയുന്നത്. യു ആർ ടു നൈസ്. ഐ ഡോണ്ട് ഡിസേർവ് യുവർ കൈൻഡ്നെസ്. നിങ്ങളെ അവർ അർഹിക്കുന്നില്ല എന്നാണ്. നിങ്ങളെപ്പോലെ ഇത്രയും നല്ലൊരാളെ അവർ അർഹിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഐ ഹാവ് ടു ലെറ്റ് യു ഗോ ടു ഫൈൻഡ് മൈസെൽഫ്. അവരൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. കുറച്ചൊന്ന് സ്വന്തം താല്പര്യങ്ങൾ എന്താണെന്നൊന്ന് റിയലൈസ് ചെയ്യട്ടെ എന്നവർ പറയുകയാണ് കേട്ടോ. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ബട്ട് യു. നിങ്ങളല്ലാതെ ഈ ലോകത്ത് മറ്റാരും അവരെ മനസ്സിലാക്കുന്നില്ല. ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. അവർക്ക് നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ സ്റ്റോപ്പ് ചെയ്യാനേ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഐ എം ബെറ്റർ വിത്ത് മൈ മൈൻഡ് ദൻ മൈ ഹാർട്ട്. ഞാൻ പറഞ്ഞില്ലേ ഏരീസിൻ്റെ എംപറർ കാർഡ് ഞാൻ പറഞ്ഞില്ലേ, അവർ തലച്ചോറ് കൊണ്ടാണ് കൂടുതലും ചിന്തിക്കുന്നത്, ഹൃദയം കൊണ്ടല്ല എന്ന്. ലാസ്റ്റ് കാർഡ്
വൈ കാണ്ട് ഐ ടെൽ യു ദ ട്രൂത്ത്, എനിക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് സത്യം തുറന്ന് പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല എന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ഈ സെറ്റ് ഓഫ് കാർഡ്സും ഹാൻഡ് റിട്ടണും കൂടെ എടുക്കും. പ്ലീസ് കണക്ട് വിത്ത് ദ മെസ്സേജസ്, പ്ലീസ് കണക്ട്, ഹെൽപ്പ് മീ കണക്ട് വിത്ത് ദ മെസ്സേജസ് പ്ലീസ്. Help me connect with the messages, please. Backstabbing, heartbreak and pain, separation and loss, deception and lies, shocking attack. നിങ്ങളുടെ ഇടയിൽ ആരോ നിങ്ങളെ പിരിക്കാനായിട്ട് ഉള്ള ഒരു കൂടെ നിന്ന് സഹായിച്ച ഒരാൾ പിന്നീട് തിരിഞ്ഞു നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. The chase, a fear of abandonment, chasing codependencies, fear of rejection എന്നപ്പോഴേ പറഞ്ഞില്ലേ, നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയെന്ന്, അതിൻ്റെ എനർജിയാണത്. ഡ്രാഗൺ ഫ്ലൈ, ലൈറ്റ് ഹാർട്ടഡ് ആൻഡ് അഡാപ്റ്റ്, ഫൈൻഡിങ് ഔട്ട് ആൻഡ് ചേഞ്ച്, തിങ്സ് കമ്മിങ് ഔട്ട് ടു ലൈറ്റ് ആൻഡ് ഹീൽ. ചിലരെങ്കിലും ഹീലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ആണ് പറയുന്നത്. ബ്ലോയിങ് കിസ്, അൺകണ്ടീഷണൽ ലവ്, ഗിവിങ് ആൻഡ് റിസീവിങ്, ഫെയർനെസ് ആൻഡ് ലവ്, അഫെക്ഷൻ റിട്ടേൺ. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അതാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ. ഹെൽത്തി ചോയ്സസ്, സെൽഫ് ലവ് ആൻഡ് സെൽഫ് കെയർ, ബീൻ ഹാപ്പിയർ, ലവ് ആൻഡ് ലൈഫ്. നിങ്ങൾ കുറച്ച് സ്വയം കൂടെ കെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. പലരും ആ ഒരു എനർജി ഉണ്ട്, കാരണം നിങ്ങൾ എംപ്രസിൻ്റെ എനർജിയിലൊക്കെയാണ്. അത് തുടർന്ന് പോവുക കേട്ടോ. 3 കാർഡ് കൂടെ എടുക്കാമേ. ബട്ടർഫ്ലൈ, ഇവോൾവിങ് ആൻഡ് ഗ്രോത്ത്, നെക്സ്റ്റ് ഫേസ്, ഹീലിംഗ് ഇന്നർ ചൈൽഡ്, റിലീസിങ് ദ പാസ്റ്റ്. ചിലരെങ്കിലും നിങ്ങളുടെ പാസ്റ്റിനെ വിട്ടിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ ലവ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ന്യൂ ഫേസ് ആൻഡ് റീകിൻഡിൽ, റിന്യൂ ആൻഡ് ഗ്രോത്ത്, ചേഞ്ച്ഡ് മൈൻഡ്, റൈസ് ഫ്രം ആഷസ്. തോറ്റ അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു ജീവിതത്തിൽ ഒരു തോൽവി പറ്റി അവിടെ നിങ്ങൾ തോറ്റ് കിടക്കാതെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്ന്. പിക്ചർ, ലുക്കിംഗ് അറ്റ് പിക്ചേഴ്സ്, മിസ്സിങ് യു, നൊസ്റ്റാൾജിയ ആൻഡ് മേക്ക് ന്യൂ മെമ്മറീസ്. പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് കാർഡ്സ് മാറ്റിയിട്ട് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഉടനെ എടുക്കാം. ഞാനിപ്പോൾ ചെയ്തത് എന്താ അറിയോ, ഞാൻ ആ ബൗളിൽ നിന്ന് മൊത്തം പുറത്തെടുത്തിട്ടു, ഒന്ന് ഞാൻ മിക്സ് ചെയ്തു കേട്ടോ. കാരണം മെസ്സേജസ് എപ്പോഴും റിപ്പീറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ അടുത്ത് അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് എക്സാക്റ്റായിട്ട് അറിയണ്ടേ. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ്. എനിക്ക് എടുക്കാൻ തോന്നുന്ന മെസ്സേജസ് മാത്രമേ എടുത്ത് വായിക്കും. ഓക്കെ, കണ്ണടച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ട്വിൻ ഫ്ലെയിം ആൻഡ് സോൾമേറ്റ്, നിങ്ങൾ അവരുടെ ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ആണെന്ന് അവർക്ക് തോന്നുന്നു. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം, അവരൊരു വെയിറ്റിംഗ് പീരീഡിലാണ്. അവർ തീർച്ചയായിട്ടും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരും. നെവർ ഗിവിങ് അപ്പോൺ യു, അവർ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല. ഡ്രീമിങ് ഓഫ് യു, അവരുടെ സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണ്. ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു, ചിലരെങ്കിലും നിങ്ങളെ കുറച്ച് നുണയൊക്കെ പറഞ്ഞ് മുഴുവൻ സത്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഐ മിസ് യു, മിസ്സിങ് എനർജി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സ്കോർപ്പിയോ, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഒരു സ്കോർപ്പിയോ ആവാൻ സാധ്യതയുണ്ട്. ഐ കാൺ സ്ലീപ്പ് അറ്റ് നൈറ്റ്, ഓവർ തിങ്കിങ്, ഉറക്കമില്ലായ്മ, ഓവർ തിങ്കിങ് കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. സർപ്രൈസ്, ചിലർക്കെങ്കിലും ഒരു സർപ്രൈസും കൊണ്ട് അവർ വരുന്നുണ്ട്. 11 വിഷ് ഫുൾഫിൽമെൻറ്റ്, വെരി ഗുഡ്. യു ആർ ഡ്രൈവിങ് മീ ക്രേസി, നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ട് അവർക്ക് പ്രാന്താവുണ്ടെന്ന്. 3 more കാർഡ്സ് കേട്ടോ, എന്നിട്ട് നിർത്തുവേ. യു ആർ സോ സ്പെഷ്യൽ, നിങ്ങൾ വളരെ സ്പെഷ്യലാണ് എന്നാണ് അവർ പറയുന്നത്. ഐ ആം സോറി ഐ ഹേർട്ട് യു, നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. നൈറ്റ് ഓഫ് കപ്സ് സോറിയൊക്കെ പറഞ്ഞ് വരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഐ ഹാവ് മൂവ്ഡ് ഓൺ, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വന്നു എന്നാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡാണേ. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്, അവർക്ക് നിങ്ങളെ ഒന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. ഡിവൈൻ ഗൈഡൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് എടുത്ത്, ഇത്രയും നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ആയിരുന്നു. ഇനി ഡിവൈൻ നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും കൂടെ നമുക്ക്
കേട്ടിട്ട് ഈ വീഡിയോ നിർത്താം. ഓക്കെ, നമ്മൾ ഡിവൈനെ വിട്ടുകൂടല്ലോ അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ. ഡിവൈൻ, പ്ലീസ് ഗീവ് പ്രോപ്പർ ഗൈഡൻസ് ടു മൈ വ്യൂവേഴ്സ്. ഈ കണക്ഷനെ പ്രതി അവരെന്താണ് ചെയ്യേണ്ടതെന്നൊരു പ്രോപ്പർ ഗൈഡൻസ് എൻ്റെ വ്യൂവേഴ്സിന് ദയവായി കൊടുക്കും. റിലീസ് യുവർ എക്സ്, ദ ടൈം ഹാസ് കം ടു ക്ലിയർ യുവർ എനർജി. നിങ്ങളൊരു സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ, നിങ്ങൾ പൂർണ്ണമായിട്ട് സെപ്പറേറ്റഡ് ആയെങ്കിൽ അതിനെപ്പറ്റി മറന്നു കളയാനാണ് പറയുന്നത് കേട്ടോ. ഡിസെപ്ഷൻ, സംവൺ ഈസ് വെയറിങ് എ ഫാൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. നിങ്ങളുടെ പേഴ്സൺ ജെനുവിൻ ആണോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. കോഡിപ്പെൻഡൻസി, അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം വളരെ ഒബ്സസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം ചിന്തകളിൽ നിന്ന് മുക്തി ആവാൻ പറ്റുന്നില്ല. അതിന് കുറച്ച് ഒരു കൺട്രോൾ ചെയ്യണമെന്നാണ് ഡിവൈൻ പറയുന്നത്. സോൾമേറ്റ്, യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ്. നിങ്ങൾ ചിലരെങ്കിലും സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷനിലുള്ളവരാണ്. ട്രസ്റ്റ്, ദ സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ ഡിവൈനെ ഉറച്ച് വിശ്വസിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ശരിയായി വരും. വെഡിങ്, ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. ചിലർക്കെങ്കിലും ഒരു വെഡിങ് പ്രപ്പോസൽ വരുന്നുണ്ട്. മേക്ക് ദ എഫേർട്ട്, ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. ഒരു പുതിയ പ്രപ്പോസലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നല്ല സമയമായിരിക്കും. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്, അലൗ ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. ഓക്കെ, ചിലരെങ്കിലും ചില കൺട്രോൾ ഇഷ്യൂസിലൊക്കെ പെട്ടിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഒന്ന് റിലീസായി വരാനാണ് പറയുന്നത്. 2 കാർഡും കൂടെ എടുക്കാം. ഫ്രീ യുവർ സെൽഫ്, ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. സെൽഫ് ലവിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്, ദ സൈൻസ് ആർ കോഷനിങ് യു. നിങ്ങളുടെ മുന്നിലുള്ള റെഡ് ഫ്ലാഗ്സ്, നിങ്ങൾക്കുള്ള കോഷൻസ് എന്താണെന്നുള്ളത് ശ്രദ്ധിക്കാൻ പറയുന്നു. ഫൈനാൻസസ് ആൻഡ് കരിയർ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആർ എ ഫാക്ടർ ഇൻ യുവർ ലവ് ലൈഫ് റൈറ്റ് നൗ. ഫൈനാൻസസ്, നമ്മൾ 5 ഓഫ് പെൻറ്റക്കിൾസ് കണ്ടിരുന്നില്ലേ, അത് ഒരു തടസ്സമാണ് നിങ്ങളുടെ ലവ് ലൈഫിൽ. ഇത്രയുമാണ് ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കുള്ള. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. കുറേ മെസ്സേജസ് കിട്ടിയില്ലേ? കുറേ പേർക്കെല്ലാം പോസിറ്റീവ് മെസ്സേജസ് തന്നെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ പെട്ടെന്ന് നോടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.